വായിച്ച സങ്കീർത്തന ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 112 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കഴിഞ്ഞ സങ്കീർത്തനത്തിൻ്റെ ഒരു തുടർച്ച പോലെയാണ് നമുക്കിവിടെയും കാണാനായി കഴിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 111 സങ്കീർത്തനത്തിൽ യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുമെന്ന് ഒരു ഗ്രൂപ്പിനെ, ഒരു സംഘത്തെ പ്രതിനിധീകരിച്ചു പറഞ്ഞ ആ സങ്കീർത്തനത്തിൽ ഇവിടെ അത് വ്യക്തിപരമായി മാറുകയാണ്. സ്തോത്രം. അങ്ങനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായി ആ വാക്കുകൾ വരികയാണ്. അവിടെ ശ്രദ്ധിക്കൂ, യഹോവയെ ഭയപ്പെട്ട് ഈ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. സ്തോത്രം. നമുക്ക് 1 സങ്കീർത്തനത്തിലും വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. ന്യായപ്രമാണം, ദൈവകൽപ്പന, ദൈവിക വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ അത് ചെയ്യുന്നവൻ, അതിനെ ആചരിക്കുന്നവൻ, അവൻ ഭാഗ്യവാനാണ്. അതിൻ്റെ അർത്ഥം അല്ലാതെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നിർബന്ധം കൊണ്ടോ മറ്റാരെങ്കിലും പ്രേരിപ്പിച്ചത് കൊണ്ടോ, ഇനി ദൈവത്തെ ഭയപ്പെട്ടിട്ടോ, ഇഷ്ടമില്ലാതെ ദൈവത്തെ ഭയപ്പെട്ടിട്ട് ചെയ്യാം. സ്തോത്രം. മിക്കവാറും പേരൊക്കെ ആരാധനയ്ക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തമ്പുരാൻ അടിച്ചാലോ, ആരാധനയ്ക്ക് വരാതെ എവിടെയെങ്കിലും ചെന്നിരുന്നാൽ അടി കിട്ടിയാലോ എന്നൊരു പേടി കൊണ്ട്. അത് നല്ല ചിന്തയാണ്, പക്ഷേ അത് ശരിയല്ല. അടി കിട്ടുമെന്നുള്ള പേടി കൊണ്ടല്ല വരേണ്ടത്. ഇഷ്ടപ്പെട്ട് ദൈവത്തെ ആരാധിക്കണം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? നടത്തുന്ന ദൈവത്തെ, പരിപാലിക്കുന്ന ദൈവത്തെ, ഹല്ലേലൂയ, നാൾതോറും നമുക്ക് ആവശ്യമായത് നൽകുന്ന ദൈവത്തെ എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല, എനിക്ക് അവിടെ ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റുകയില്ല എന്നുള്ള തിരിച്ചറിവോടെ കടന്നു വന്ന് ആരാധിക്കുന്ന, ദൈവം ഭാഗെ മുട്ടുമടക്കുന്ന മനുഷ്യൻ, അവനാണ് ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വേണം നമ്മളിത് ചെയ്യാൻ. സ്തോത്രം. ഇഷ്ടപ്പെടുക, അതിൽ സന്തോഷമുള്ളവരായിരിക്കുക എന്നുള്ളത് അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു പ്രധാന ഘടകമാണ്. സ്തോത്രം. കുഞ്ഞുങ്ങളോടും തലമുറകളോടും ഒക്കെ പറയട്ടെ, ഈ ഒരു കാര്യം പരിശീലിക്കണം. ഒരു പക്ഷേ ചെറിയ പ്രായത്തിലൊക്കെ മാതാപിതാക്കളുടെയും മറ്റ് മുതിർന്നവരുടെയും ഒക്കെ നിർബന്ധം കൊണ്ടായിരിക്കാം നിങ്ങൾ വരുന്നത്. അവരെ പേടിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ അച്ചടക്കത്തോടെയൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അത് നല്ലത് തന്നെയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ഇതെല്ലാം ഒന്ന് സന്തോഷത്തോടെ ചെയ്യാനായി പരിശീലിച്ചാൽ അതിൻ്റെ നന്മ നിങ്ങളുടെ ഭാവി ജീവിതത്തിനുണ്ടാകും. വേറെ ഒന്നും ഒരു വഴിക്കും കിട്ടാത്ത നന്മ ഈ വഴിയിലൂടെ ദൈവം നിങ്ങൾക്ക് തരും. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ഇതിനകത്തിരുന്നും പാട്ട് പാടുമ്പോഴും കൈയടിക്കുമ്പോഴും ഒക്കെ മറ്റ് നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ സൈഡ് ബിസിനസ്സുകൾ ചെയ്യാം. മറ്റെന്തെങ്കിലുമൊക്കെ ആലോചിച്ച് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടും ഈ വിഷയങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അല്ലാതെയും ചെയ്യാം. അല്ലാതെ ചെയ്യണമെങ്കിൽ ഒരു വില കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അല്ലാതെ കൊടുക്കണമെങ്കിൽ ഒരു വില കൊടുക്കണം. മനുഷ്യൻ്റെ ഏകാഗ്രത, മനുഷ്യൻ്റെ ശ്രദ്ധ ഒരു പരിധിയിൽ കൂടുതൽ അവന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിന് ഓരോരുത്തർക്കും ഓരോരോ ടൈമുണ്ട്, അല്ലേ? ഒരു 4 മിനിറ്റോ പരമാവധി ഒരു 40 മിനിറ്റാണ് ഒരാൾക്ക് ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ്. അതും പറ്റത്തില്ല. സ്തോത്രം. പിന്നെ നമ്മളിങ്ങനെ ഇവിടെ 2.5 മണിക്കൂറോളം ഇരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഏകാഗ്രതയൊക്കെ പലപ്പോഴും അങ്ങ് വിട്ടുപോകും.
അതോ ശരിയാണ്, എന്നാൽ അതിനെ തിരിച്ചു കൊണ്ടുവരണം. എൻ്റെ ഏകാഗ്രത പോയി, എൻ്റെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരിച്ചു പിടിച്ച് അവിടെ ജയിക്കുന്നവനാണ് ഭാഗ്യവാൻ. പ്രൈസല്ലോ. അപ്പോൾ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായി അവിടെ അങ്ങനെ മാത്രമല്ല പറയുന്നത്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ്. ഏറ്റവും ഇഷ്ടപ്പെടുക, ഏറ്റവും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നിനോടും ഇഷ്ടമില്ല. ഏറ്റവും വലിയ പാലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനേക്കാൾ വേറെ വലിയ പാലമില്ല. ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം, അതിനേക്കാൾ ഉയരം കൂടിയത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മറ്റൊന്നിനോടും ഇല്ലാത്ത ഒരു മമത, മറ്റൊന്നിനോടും ഇല്ലാത്തതായ ഒരു ഇഷ്ടം, ദൈവത്തോടും ദൈവത്തിൻ്റെ കൽപ്പനകളോടും അകത്ത് പുലർത്താൻ കഴിയുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, അവൻ ഭാഗ്യവാനാണ്. മറ്റിഷ്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തെ ഇഷ്ടപ്പെടുകയല്ല, ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരിഷ്ടമല്ല ദൈവത്തോട്. മനസ്സിലാവുന്നുണ്ടോ? നല്ല ഒരു അഡ്മിഷൻ കിട്ടണം, നല്ലൊരു ജോലി കിട്ടണം, നല്ല ഒരു നന്മ ദൈവത്തിൽ, അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള ഒരിഷ്ടമല്ല ദൈവത്തോട് വേണ്ടത്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ ദൈവത്തെ ഇഷ്ടപ്പെടുവാൻ. സ്തോത്രം. ഇഷ്ടമുണ്ടെങ്കിലേ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്തോത്രം. ഒരു കാര്യത്തോട് താല്പര്യമുണ്ടെങ്കിലേ ആ കാര്യം നല്ല മനസ്സോടെ ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ശത്രുവിൻ്റെ പദ്ധതി എന്തെന്ന് പറയാമോ? ഒന്ന്, ദൈവത്തെ സ്നേഹിക്കരുത്, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കരുത് എന്നൊക്കെയാണ് അവൻ്റെ ഒന്നാമത്തെ വെല്ലുവിളി. ഇനി അങ്ങനെ അവന് സാധിച്ചില്ല, ഇപ്പം ആരാധനയ്ക്ക് വരാൻ അനുവദിക്കാത്ത തരത്തിലുള്ള വെല്ലുവിളി അവൻ ചെയ്യും. അതിനെയും അതിജീവിച്ച് ഇതിനകത്ത് വന്നാൽ പിന്നെ അതിൻ്റെ അടുത്ത അവൻ്റെ പദ്ധതി എങ്ങനെയെങ്കിലും ചിന്ത മാറ്റി, ഏകാഗ്രത മാറ്റി, ദൈവത്തോട് താല്പര്യമില്ലാതെ ഇതൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. അതിന് നമ്മൾ അനുവദിക്കരുത്. ശരി. അപ്പോൾ അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. കണ്ടോ? ചെറിയ കാര്യമല്ല അത്. സ്തോത്രം. തലമുറകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതുന്നെങ്കിൽ ഇങ്ങനെ കരുതണം. സ്തോത്രം. ബാങ്കിൽ കുറച്ച് പൈസ ഇട്ടിരിക്കുന്നതൊക്കെ നല്ലതാണ്, ലോകത്ത് പ്രകാരം എന്തെങ്കിലും കരുതണം, അത് മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷെ അതിനപ്പുറം ഏറ്റവും വലിയ കരുതൽ അവൻ്റെ സന്തതി ഭൂമിയിൽ. സ്തോത്രം. അമ്മയപ്പന്മാർ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ അവൻ്റെ സന്തതി അനുഗ്രഹമായിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. സത്യസന്ധതയുള്ള നേരോടെ ജീവിക്കുന്ന ഒരു ഭക്തന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം പ്രാപിക്കാൻ ലോകപ്രകാരം സമ്പത്തോ മറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ കുഞ്ഞുങ്ങളോടുമൊക്കെ പറയട്ടെ. ചിലരൊക്കെ ഒരു പരാതിയുണ്ട്, അമ്മയപ്പന്മാരൊന്നും വേണ്ടി പോലെ കരുതിയില്ല, അവരുടെ കയ്യിലൊന്നും എന്നെ സഹായിക്കാനുള്ളതായ നന്മകളൊന്നും ഇല്ലാതിരുന്നു എന്നൊരു പക്ഷേ പരാതിയുള്ള പലരും കണ്ടേക്ക്. ഞാൻ പറയുന്നു, നേരോടെ ജീവിക്കുന്ന അമ്മയപ്പന്മാരാണെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ കാരണം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? അവർ വേറെ ഒന്നും ലോകപ്രകാരം നിങ്ങൾക്ക് തരാനുള്ള ശേഷി അവർക്കില്ലെങ്കിലും, സ്തോത്രം, നേരോടെ ജീവിച്ചത് തലമുറകളുടെ മേൽ അനുഗ്രഹമായി വരും എന്നുള്ളത് ഈ തിരുവെഴുത്ത് അടിവരയിട്ട് പറയുന്ന ഒരു സത്യമാണ്. ഹല്ലേലൂയ. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാണ്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും.
നേരുള്ളവരുടെ ദൈവ കൽപ്പനകൾ ഇഷ്ടപ്പെട്ട് ദൈവത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതം മാത്രമല്ല, അവൻ മാത്രമല്ല ഭാഗ്യവാൻ, അവൻ്റെ തലമുറകൾ ഭാഗ്യമുള്ളവരാണ്, അവൻ്റെ വീടും ഭാഗ്യമുള്ളതാണ്. സ്തോത്രം. അവൻ അനുഗ്രഹിക്കപ്പെടുന്നു, അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു, അവൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നു. സ്തോത്രം. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. സ്തോത്രം. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം. അപ്പം നേരുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ഇരുട്ട് വരും. സ്തോത്രം. ചിലരുടെയൊക്കെ ചിന്ത നേരോടെ ജീവിച്ചാൽ പിന്നെ ഇരുട്ടൊന്നും വരില്ലെന്നാണ്. എന്നാൽ പുസ്തകം പറയുന്നു, നേരോടെ ജീവിച്ചാലും ചില ജീവിത വിഷയങ്ങളുടെ നടുവിൽ ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ കടന്നു വരും. ഒന്നും കാണാൻ പറ്റാത്ത, മുന്നോട്ട് പോകാൻ വഴിയില്ലാത്ത തരത്തിൽ നീ വിഷമിപ്പിക്കുന്ന, ഹൃദയവേദന നിറഞ്ഞ ചില അനുഭവങ്ങളൊക്കെ നിൻ്റെ വീട്ടിലുണ്ടാകും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിൻ്റെ നടുവിലൊരു വെളിച്ചം, അതിൻ്റെ നടുവിലൊരു വഴി ദൈവം നിനക്ക് കാട്ടിത്തന്ന് നടത്തുമെന്നുള്ളത് ഈ തിരുവഴുത്തിൻ്റെ ഉറപ്പാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ. ഈ മക്കളോടൊരു ചിന്ത പറയാം, ശ്രദ്ധിക്കും. ഞാനിതൊക്കെ പറയുന്നെങ്കിലും ഈ തലമുറ, വീട്, ഇതെല്ലാം അപ്പൻ നേരെ നടന്നു, തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും തലമുറകളും ആ വഴിയിലൂടെ നടന്നെങ്കിലേ അത് അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. സ്തോത്രം. എല്ലാം വ്യക്തിപരമാണ്. അവനവന് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൽപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പൻ നേരെ നടന്നതിൻ്റെ നന്മ തലമുറകൾ അനുഭവിക്കണമെങ്കിൽ അപ്പൻ്റെ വഴികളിലൂടെ നേരെ നടക്കേണ്ടത് തലമുറകളുടെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. ഇനി തിരിച്ചും പറയാം, എൻ്റെ അപ്പൻ നേരെ നടക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും ഉത്തരമുണ്ട്. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നിട്ട് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇനി പറയാൻ ഞാൻ എന്ത് ചെയ്യത്തില്ല, അനുവദിക്കുകയില്ല. പക്ഷെ ഒരു കണ്ടീഷൻ, അപ്പൻ്റെ വഴികളിലൂടെ നീ നടക്കരുത്. നീ നീതിമാനായി നടക്കണം. എങ്കിൽ മക്കൾ അപ്പൻ്റെ പാപം വഹിക്കണ്ട. എത്ര പേർക്ക് കേൾക്കാൻ സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇത് പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്, ഇത് തലമുറയായി വന്നതാണ് എന്നൊന്നും പറഞ്ഞ് നീ ഭാരപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവെഴുത്ത് അടിവരയിട്ട് പറയുന്നുണ്ട്, നീ നേരെ നടന്ന, നീ നീതിമാനായി നടന്ന അപ്പന്റെ പാപം, അപ്പന്റെ പാപത്തിന്റെ ശിക്ഷ മക്കൾ വഹിക്കണ്ട. പക്ഷെ നീ നേരെ നടക്കണം. എന്നാൽ ഈ പറഞ്ഞതെല്ലാം അപ്പൻ നേരെ നടന്നു, മക്കളും അതിനനുസരിച്ച് നേരെ നടന്നാൽ ഉള്ള അനുഗ്രഹമാണ് ഇവിടെ ഈ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. രണ്ടും അതിൻ്റെ ചാലകങ്ങളായി ദൈവാനുഗ്രഹം താഴേക്കിറങ്ങി വരത്തക്കവണ്ണം അതിനെ കടത്തിവിടുന്നതായിരുന്നാൽ മാത്രമേ അതിങ്ങോട്ട് വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതിങ്ങോട്ട് വരണമെങ്കിൽ അതിനെ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി വേണം. ഇലക്ട്രിസിറ്റി എല്ലാറ്റിലൂടെയും പാസ് ചെയ്യത്തില്ല, നമുക്കറിയാമല്ലോ. അത് പാസ് ചെയ്യാൻ പറ്റിയ മെറ്റലിലൂടെ എന്ത് ചെയ്യുള്ളൂ. അപ്പോൾ ദൈവത്തിൽ നിന്ന് അപ്പനിലേക്ക് വന്നു, അപ്പനിൽ നിന്ന് മക്കളിലേക്ക് വരണമെങ്കിൽ അവരും അത് പാസ് ചെയ്യാൻ പറ്റുന്ന യോഗ്യതയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുഗ്രഹങ്ങൾ ഇത്തരത്തിലാണ്. അവനവൻ്റെ തീരുമാനവും അവനവൻ്റെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകൾക്കനുസരിച്ചും മാറും. അമ്മയപ്പന്മാർ ചിലപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. പക്ഷേ പലയിടത്തും ചില മക്കളുടേതായ തെരഞ്ഞെടുപ്പുകളും മക്കളുടെ തീരുമാനങ്ങളും ഒക്കെ ദൈവവചനത്തിന് വിരുദ്ധമായി പോകുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും അനേക അമ്മയപ്പന്മാരുടെ കണ്ണുനീര് പലതരത്തിലും ദൈവപ്രവർത്തിക്ക്, മടങ്ങി വരവിന്, ദൈവിക വിടുതലിന് കാരണമായി തീർന്നിട്ടുള്ള ചരിത്രം നമുക്കുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിൽ ഇരുട്ടുണ്ട്, നേരോടെ നടന്നാലും ഇരുട്ടുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലും ഭക്തന് മുന്നോട്ട് പോകാൻ ഒരു വഴി ദൈവത്തിൻ്റെ മുമ്പിലുണ്ട്. സ്തോത്രം.
കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. കരുണ കാണിക്കുന്നവൻ, സഹായിക്കുന്നവൻ, അവനുള്ള ഒരു വാക്കാണ് വ്യവഹാരത്തിൽ. വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ കേസ്, അത് പറഞ്ഞതേ ഉള്ളൂ. ഒരു വ്യവഹാരം വരുമ്പോൾ ദൈവം നിനക്കനുകൂലമായി പ്രതികരിക്കും. സ്തോത്രം. എത്ര പേർക്ക് സ്തോത്രം പറയാം? കരുണ കാണിക്കുന്നവന് ദൈവവും കരുണ കാണിക്കും. കരുണ കാണിക്കാത്തവനോട് ദൈവം ആ തരത്തിൽ തന്നെ പ്രതികരിക്കും. നമ്മളൊക്കെ ബലഹീനരാണ്. നമ്മളൊക്കെ ചിലർക്ക് ഒരു തരത്തിൽ, അല്ലെങ്കിൽ ചിലർ വേറൊരു തരത്തിൽ. നമ്മളൊക്കെ ആ തരത്തിലേക്ക് എത്താൻ വേണ്ടി ഓടുന്നവരാണ്. ദൈവത്തിന് നമ്മോട് കരുണ തോന്നാതെ നമുക്കൊന്നും ജയിക്കാൻ ഒക്കത്തില്ല. പ്രൈസ്. അപ്പം നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണ അത്യന്താപേക്ഷിതമാണ്. അവിടെയാണ് തമ്പുരാൻ പറയുന്നത്, കരുണ തോന്നിയാൽ, ദയ കാണിച്ചാൽ സ്തോത്രം. അത് ആ കരുണ തോന്നുന്നവരോടും, ആരെങ്കിലും ഒരാളോട് കരുണ തോന്നിയാൽ അവരെന്തെങ്കിലും ഗുണം ചെയ്യുമെന്നൊന്നും പറഞ്ഞ് കരുണ തോന്നരുത്. ദൈവത്തിനെന്ന വണ്ണം ചെയ്യണം. എങ്കിൽ ദൈവം നിനക്ക് ഒന്നല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വഴി തുറന്ന്, ഇടയ്ക്കൊക്കെ പാസ്റ്റർ ചോദിക്കുന്ന പോലെ, ആകാശത്ത് നിന്ന് കെട്ടി ഇറക്കി തരണമെങ്കിൽ, നൂലിൽ കെട്ടിത്തരണമെങ്കിൽ അങ്ങനെയും ദൈവം തരും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. അവനെ കുലുക്കാനുള്ള വിഷയങ്ങളൊക്കെ വരും. അവനെ കുലുക്കാൻ വേണ്ടുന്നതായ പദ്ധതികൾ ശത്രു ഒരുക്കും. എന്നാൽ അവൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല. ക്രിസ്തല്ലോ. ഇനി ഞാൻ വേറൊരർത്ഥത്തിൽ കൂടെ പറയട്ടെ. ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ ആകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഉറപ്പും നിശ്ചയമുള്ള, യോശുവയുടെ ഇടയ്ക്ക് തമ്പുരാൻ പറഞ്ഞ വാക്കാണ്, നീ ഉറപ്പും നിശ്ചയമുള്ളവനായിരിക്കെ. മോശയെ എങ്ങനെ നടത്തിയോ അതുപോലെ ഞാൻ നിന്നെയും നടത്തും. മോശ നടന്നത് സ്വന്തം കഴിവ് കൊണ്ടല്ല, ഞാൻ കൊടുത്ത കൃപ കൊണ്ടാണെങ്കിൽ, അതുപോലെ നീ ഉറപ്പും നിശ്ചയമുള്ളവനായിരുന്ന നിന്നെയും ഞാൻ നടത്തും. ഇത് യോസേഫിനും മോശയ്ക്കും അബ്രഹാമിനും വേണ്ടി മാത്രമുള്ള ഒരു ദൈവമല്ല. അവർ നിന്നതുപോലെ ഞാനും നിങ്ങളും ദൈവമുമ്പാകെ ഉറച്ചു നിന്ന അവരെ നടത്തിയ ദൈവം എന്നെയും നിങ്ങളെയും നടത്താനും കഴിവുള്ള ദൈവമാണ്. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ഒക്കെ ദൈവമേ എന്ന് നമ്മൾ പറയുന്നത് വെറുതെയല്ല. അവരുടെ മേൽ പ്രവർത്തിച്ച ദൈവത്തിന് നമ്മുടെ മേലും പ്രവർത്തിക്കാൻ പറ്റും. ദുർവർത്തമാനം നിമിത്തം അവൻ എന്ത് ചെയ്യത്തില്ല? ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ഉറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും. ഇപ്പൊ നേരോടെ ജീവിച്ചാലും എന്തു വരും? ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. ഇപ്പൊ നേരോടെ ജീവിച്ചാലും ദുർവർത്തമാനം വരും. പ്രൈസലോ. ഈ ദുർവർത്തമാനം നേരോടെ ജീവിക്കുന്ന ഒരുവന്റെ നേരെ വരുമ്പോൾ പുസ്തകം പറയുന്നു, അത് കേട്ട് അവൻ പേടിക്കത്തില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ടകത്ത്? അയ്യോ, അവരെങ്ങനെ പറഞ്ഞു, ഇവരെല്ലാവരും കൂടെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നീ കൈകാലി വിട്ട് അടിക്കരുത്. പ്രൈസലോ. ഇതെല്ലാം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്കൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസലോ. അവരും ഇവരും ഒക്കെ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഭൂരിപക്ഷം പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന ദൈവമല്ല ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. എന്താണോ ശരിയായത് അതാരും പറഞ്ഞില്ലെങ്കിൽ അതിനൊത്തവണ്ണം പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസലോ. ദുർവർത്തമാനം അങ്ങനെ പൊയ്ക്കോട്ടെ. ദൈവവചനം പറയുന്നു, അങ്ങനെ ദുർവർത്തമാനം കൊണ്ട് നിനക്കൊരു ദോഷവും വരികയില്ല. അത് സത്യമാണ്. പക്ഷേ എന്നോട് നിങ്ങളോടും പറയുന്നു, നീ പേടിക്കരുത്. ദുർവർത്തമാന നിമിത്തം നീ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. സ്തോത്രം. ഇനി ഞാൻ അവിടെ നിന്നൊരു ദൂതും കൂടെ പറയട്ടെ. ദൈവമക്കളാരും ദുർവർത്തമാനം പറയാനും പോകരുത്. അത് കേട്ട് നീ പേടിക്കുകയും ചെയ്യരുത്.
നീ നിന്റെ നാവ് കൊണ്ടത് പറയുകയും ചെയ്യരുത്. ഇത് ദൈവം തന്ന നാവാണ്. ആർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ നാവ് ദൈവം തന്നതാണ്. സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വാർത്ത വായിക്കുമ്പോഴുണ്ടല്ലോ, കേൾക്കാൻ കഴിയാത്തവർക്ക് ഇങ്ങനെ ആംഗ്യ ഭാഷ കാണിച്ചൊക്കെ ഇത് വല്ലതും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കേണ്ടോ? പക്ഷെ ഇങ്ങനെ കഴിവില്ലാത്ത, സംസാരശേഷിയില്ലാത്ത, അല്ലെങ്കിൽ സംസാരിക്കുന്നത് തന്നെ സ്ഫുടമാകാത്ത, മറ്റുള്ളവർക്ക് അതിൻ്റെ ആശയം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, പോരാ സ്വന്തം ആവശ്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പോലും പറ്റാത്ത, പ്രൈസ് ദി ലോർഡ്, എത്രയെത്ര കുഞ്ഞുങ്ങളാണ്. ഇങ്ങനെയുള്ള പലരും ഉള്ളപ്പോൾ ഈ നാവ് ദൈവം തന്നതേ ദുർവർത്തമാനം പറയാനല്ല, ദുർവർത്തമാനം പരത്താനല്ല. ഹല്ലേലൂയ. യഹോവയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് നല്ല വാക്ക് പറയാനാണ് ഈ നാവ് തന്നത്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആകാത്തത് വരരുത്. ഈ ദൈവം തന്ന നാവ് അത് ചലിപ്പിച്ച് നല്ല വാക്കായി പറയാൻ തക്കവണ്ണം കഴിവ് തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു നല്ല വാക്കേ നിന്റെ ആദരത്തിൽ നിന്ന് വരാവൂ. മറ്റുള്ളവരെന്തോ ആയിക്കോട്ടെ, ഞാനൊരു തീരുമാനം, ഇത് എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. സ്തോത്രം. ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെയൊരു നല്ല നാവും അതുകൊണ്ട് നന്നായി സംസാരിക്കാനുള്ള ഒരു കഴിവും ദൈവം തന്നതിനായിട്ട് സ്തോത്രം. അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. എൻ്റെ ഒറ്റ ഒടുവിൽ 10ാമത്തെ വാക്യമാണ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ളവരാണ്. ദുഷ്ടൻ. അവനെ കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ലായിരിക്കും. അതുകൊണ്ടാണ് 9 വാക്യം നീതിമാനെക്കുറിച്ചും ഇഷ്ടപ്പെടുന്നവനെക്കുറിച്ച് പറഞ്ഞിട്ട് മറ്റൊരൊറ്റ വാക്യം. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടൻ്റെ ആശ സ്തോത്രം. ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങളൊന്നും ഉൾപ്പെടാതിരിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തന്ന് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം.